ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. നിങ്ങൾ എല്ലാവർക്കും പൂ കൊടുത്തെന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പൂ തന്നെന്നും മറ്റു ചിലർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പുഷ്പിച്ചെന്നും ഒക്കെ ഞാനങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മളൊരു വീഡിയോ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തം കാണുന്നത് ഒരു അമ്മച്ചി ഇരുന്ന് റോങ് സൈഡ് കയറി വരുന്ന ഫുട്പാത്തിൽ കൂടെ വരുന്ന വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തി കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് ആട്ടി വിടുന്നൊരു സാധനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം കണ്ടപ്പോ എനിക്കിതൊരു രസമായിട്ട് തോന്നി. പിന്നെ ഇത് കണ്ട് എന്റെ കിളി പാറുന്നൊരവസ്ഥയായി. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഈ അമ്മച്ചീനെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ച് പല കുഴിയിലും ചാടിക്കുന്നവരാണ് ഈ മീഡിയ പ്രവർത്തകർ എന്ന് എനിക്ക് പല സാഹചര്യത്തിലും തോന്നി തുടങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സ് എന്തെങ്കിലും ഒരു കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ കൂടുതലായിട്ട് ചോദിക്കാല്ല, നേരെ വീഡിയോയിൽ പോവാം. നമുക്ക് അമ്മച്ചി വണ്ടി തടഞ്ഞു നിർത്തുന്ന വീഡിയോ ആദ്യം അങ്ങോട്ട് കാണാം. പാട്ടൊന്നും വരുന്നില്ല, പാട്ടൊക്കെ വെച്ചാൽ സ്ട്രൈക്ക് കിട്ടും. ഇതാണ് ആ വീഡിയോ. ഫുട്പാത്തിൽ കൂടെ നിരവധി വണ്ടികൾ കയറി പോകുന്നു. അപ്പൊ വന്നൊരു വണ്ടിയെ ഈ അമ്മച്ചി ഇപ്പോ ഇതുവരെ വരാൻ പറ്റത്തില്ല, തിരിച്ചു പോടാന്നും പറഞ്ഞിട്ട് തിരിച്ച് ഇറക്കി ഫോണൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തി റോങ് സൈഡിൽ വന്ന ആളെ തിരിച്ച് കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ ഇറക്കി വിട്ട് നിയമം പാലിപ്പിക്കുന്ന ഒരു അമ്മച്ചീനെയാണ് നമ്മൾ കാണുന്നത്. ഈ അമ്മച്ചിയുടെ പേര് പ്രഭാവതി അമ്മ എന്നാണ്. ഇവര് കോഴിക്കോടാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. അപ്പോ ഈ ഒരാള് ഇതുവഴി ഈ റോഡിൽ കൂടെ ഇങ്ങനത്തെ ഒരു പ്രഹസനം കണ്ടപ്പോഴത്തേനും അത് വീഡിയോ എടുത്തിടുകയും ആ വീഡിയോ വലിയ രീതിയിൽ വൈറലാകുകയും ആ വൈറലുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുകയും വാർത്താ ചാനലുകളായിട്ട് എടുക്കുകയൊക്കെ ചെയ്തു. ഇനിയും അധികം താമസിക്കാതെ പല ചാനൽസിലും ഇവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരും. ശരി, ഈ അമ്മയുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നിയമലംഘനം കാണിക്കുന്നവരെ, അതായത് ബേസിക്കലി MVD നിയമലംഘനങ്ങൾ, റോഡ് അടിസ്ഥാനമായിട്ടുള്ള നിയമലംഘനങ്ങൾ കാണിക്കുന്നവരെ തടഞ്ഞു നിർത്തി ആട്ടിപ്പായിച്ച് വിടുക എന്നുള്ളതാണ് ഈ പ്രഭാവതി അമ്മ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രഭാവതി അമ്മ മറ്റൊരു വണ്ടിയും കൂടെ തടഞ്ഞു നിർത്തുന്നു. ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിൽ വീണ്ടും വാഹനം തടഞ്ഞ പ്രഭാവതി അമ്മ ഫുട്പാത്തിലൂടെ പോയ ബൈക്ക് യാത്രികനെ ചോദ്യം ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവം ഉണ്ടായത്. രാവിലെ മുതൽ പത്മാവതി അമ്മയ്ക്ക് അതിഥികളാണ്. അവരെ കാണാൻ വേണ്ടി പ്രഭാവതി അല്ല പത്മാവതി കേട്ടോ. എന്റെ തെറ്റ് എന്റെ മാത്രം തെറ്റ്, ക്ഷമിക്കും. അമ്മയെ കാണാൻ വേണ്ടി ഒരുപാടധികം ആളുകൾ വരുന്നുണ്ട്. ഇവിടെയാണ് അവരുടെ വീട്. അപ്പൊ അവര് കുറെ ആളുകളെ കണ്ട് ക്ഷീണിച്ചതിനല്ല ഈ കടയിൽ നിന്നൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഫുട്പാത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് വാഹന യാത്രികർ ഇപ്പോഴും ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം ഇരഞ്ഞിപ്പാലത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ആയി കഴിഞ്ഞാൽ വലിയ തിരക്കാണ്. അപ്പോൾ ബൈക്ക് യാത്രികർക്ക് ഇതിൽ പോകുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. അപ്പോഴാണ് കൃത്യസമയത്ത് നമ്മൾ അവരെ കാണാൻ എത്തിയത്. ഈ വ്ളോഗർ, ഇത് പകർത്തിയ യഥാർത്ഥ വ്ളോഗർ പത്മാവതി അമ്മയെ കാണാൻ വരുന്നുണ്ട് എന്നറിഞ്ഞാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. അപ്പോഴാണ് ഓക്കെ, ഈ വീഡിയോ പകർത്തിയ ആള് ഈ അമ്മേനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവര് ചാനലുകാർ ഷൂട്ട് ചെയ്യാൻ വന്നത്. അപ്പോഴാണ് നോക്കിയപ്പോഴത്തേനും അമ്മ വേറെ അതിലെ കൂടെ നിയമലംഘനം കാണിക്കുന്ന അല്ലെങ്കിൽ ഫുട്പാത്തിൽ കൂടെ കയറി വണ്ടി ഓടിക്കുന്നവരെല്ലാം ഈ അമ്മ തടഞ്ഞു നിർത്തുന്ന ഒരു സാധനം കണ്ടത്. ഇനി ഈ അമ്മ വലിയ രീതിയിൽ വൈറലാകുകയും ഈ അമ്മയെ ചാനലുകളിലെല്ലാം വിളിച്ച് ചർച്ചയ്ക്കിരുത്തുകയും ഈ അമ്മ ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാറിനോട് സംസാരിക്കുകയും ഒക്കെ സംഭവിച്ചു. ഈ അമ്മയെ പോലീസുകാർ വന്ന് ആദരിക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഉണ്ടാവണം. ഞാൻ നമ്പറൊന്നും നോട്ട് ചെയ്തില്ല, എനിക്ക് കിട്ടാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അമ്മയ്ക്ക് ഇതൊക്കെ കൊടുത്ത് അമ്മേനെ അഭിനന്ദിച്ച് വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പൊ ഈ ഫുട്പാത്തിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. അത് നമ്മുടെ നിയമവിരുദ്ധമായിട്ട് സാധനമാണ്. ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ളൊരു പാതയാണ് ഈ ഫുട്പാത്ത്. അതിലെ കൂടെ നമ്മൾ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. വാഹനങ്ങൾ നമ്മൾ ഓടിക്കുമ്പോഴത്തേനും റോഡിൽ കൂടെ ടാക്സ് അടച്ചിട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഈ നിയമലംഘനം കാണിക്കുന്നവരെയൊക്കെ നാട്ടുകാർ കയറി തടഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമുക്ക് ആദ്യം ഈ വീഡിയോ എടുത്ത ആള് സംസാരിക്കുന്ന സാധനം കൂടെ കേട്ടിട്ട് നമുക്ക് വീണ്ടും ഈ അമ്മയിലേക്ക് തിരിച്ചു വരാം. വൈറലായിക്കൊണ്ടിരിക്കുന്ന അമ്മച്ചിന്റെ വീഡിയോ എടുത്ത ഞാനാണ്. സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, എൻ്റെ വീട് വടകരാണ്, അഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളിപ്പോൾ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പോയതാണ്. അപ്പോൾ എരഞ്ഞിപ്പാലത്ത് അവിടെയുള്ള സിഗ്നലിൻ്റെ അടുത്ത് ഞാൻ ആ ഫുട്പാത്തിലൂടെ നടന്നു വരുമ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് പെട്ടെന്ന് ഒരു ബൈക്ക് വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ ഫുട്പാത്ത് പ്രഭാവതി എന്നല്ലേ പേര്? ഞാൻ തെറ്റിച്ചു പറഞ്ഞാണോ? ആദ്യം തെറ്റിച്ചു പറഞ്ഞോ? ഇഷ്ടംപോലെ ബൈക്കുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു വേറൊരു പ്രതിഭാസം കണ്ടപ്പോഴത്തേനും പുള്ളിക്കാരൻ വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. സാധനം വിചാരിച്ചതിനേക്കാളിലും അധികം വൈറലായി. ഓക്കെ, നമുക്കിനി ഈ അമ്മ ഇപ്പൊ ഇതൊരു നിരന്തര സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. ഫുട്പാത്തിലൂടെ ആര് വണ്ടി വന്നാലും അതിനെ കയറി തടയുന്ന ഒരു സാധനത്തിലേക്ക് പോയിട്ടുണ്ട്. അതെന്തോരം ഡേഞ്ചർ ആണെന്നുള്ള സാധനത്തിലേക്ക് നമുക്ക് വരാം. അമ്മ തടഞ്ഞ 1-2 വീഡിയോ നമുക്കൊന്ന് കാണാം. 1
അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ച് ഇവരെ അതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റി. ഇതുവഴി വരാൻ പറ്റത്തില്ല, ഞാൻ പിടിക്കും, ആരായാലും ഞാൻ പിടിക്കും, ഈ ഒരു സാധനത്തിലേക്ക് മാറി. അതായത് ഈ അമ്മ ഈ ഒരു സാധനത്തിന്റെ പ്രൊട്ടക്ഷൻ ഏൽപ്പിച്ചതുപോലെ ഈ അമ്മ മാറി. ഇതിനകത്തെ ഗുരുതരമായ വീഴ്ച എവിടെ, പ്രശ്നം എവിടെ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ അമ്മ പറഞ്ഞ് കേട്ട് നിൽക്കണമെന്നൊന്നും ഇല്ല. ചില ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കും, ചില ആൾക്കാർ പറഞ്ഞത് കേൾക്കാതെ വാഹനം മുമ്പോട്ടെടുക്കും. ഈ അമ്മ കാണിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു സാധനമാണ്. ഇവര് നല്ല ഇന്റൻഷനോടെ ചെയ്തതാണ്, നല്ല കാര്യങ്ങളാണ് ചെയ്തത്. നിയമലംഘനങ്ങൾ അതിനെതിരെ ഒരാൾ നിയമം തെറ്റിക്കുമ്പോൾ അത് ശരിയായിട്ട് പാലിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തത്. പക്ഷെ ഇനി അമ്മ ഒരിക്കലും നിയമം തെറ്റിച്ച് നമ്മൾ കാണരുത്. ഓക്കെ, ലൈസൻസ് ഒക്കെ പോയിരിക്കില്ലെന്ന് നിൽക്കുന്നു. അമ്മ വണ്ടി തടയുന്നു. അമ്മ തടയുന്ന മറ്റൊരു വണ്ടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫുട്പാത്തിൽ കൂടെ വന്നു മറ്റൊരു വീഡിയോ തടഞ്ഞു, മറ്റൊരു വണ്ടി തടഞ്ഞു. ഇനിയും തടയുന്ന മറ്റൊരു വണ്ടിയുടെ കാര്യം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഞാൻ ഇപ്പൊ കാണിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ. അതിന്റെ ബാക്കിലൊക്കെ കയറി പിടിക്കുന്നു, വലിക്കുന്നു. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ചെയ്യുന്നത്. ഈ അമ്മ പിടിച്ച് വലിക്കുന്ന വണ്ടി 220 ആണ്, പൾസർ 220 ആണ്. ആ വണ്ടിയുടെ പവറിന് അവനൊന്ന് നന്നായിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ അമ്മ മറിഞ്ഞടിച്ച് താഴെ വീഴും. എല്ലാ ആൾക്കാരും അമ്മ പറയുന്നത് കേട്ട് അതുപോലെ തന്നെ തിരിഞ്ഞു പോകണമെന്നൊന്നുമില്ല. ഇതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം നമ്മൾ സാധാരണ ജനങ്ങളെല്ലാം ഈ നിയമലംഘനങ്ങൾ ചെയ്യുന്നവരെ തടയുമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. അതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമം അനുശാസിക്കുന്ന സാധനങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും ഗണേഷ് കുമാറിനോട് ഈ അമ്മയ്ക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു സാധനമാണ്. അപ്പൊ ഈ അമ്മ ഗണേഷ് കുമാറിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ അമ്മ ഇൻസ്റ്റാഗ്രാം പേജിനെ കുറിച്ചിട്ടൊക്കെ റിപ്പോർട്ടർ ചാനലിൽ പറയുന്നുണ്ട്. അമ്മയ്ക്ക് പ്രശസ്തി വന്നപ്പോഴത്തേനും അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഗണേഷ് കുമാറോട് സംസാരിക്കുന്ന നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയോട് സംസാരിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പിംഗ് കേൾക്കാം. സാർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതെ പറയാം സാർ. ഇതിൽ എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കാണണം, അതാണ് നമുക്ക് ആവശ്യം. കാരണം ഫുട്പാത്തിലൂടെ നടന്നു പോകാനുള്ളതാണ്, ട്രാഫിക് ജാമുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ കാൽനട യാത്രക്കാരെന്നോടെ ഹോസ്പിറ്റലുണ്ട്, കോഴിക്കോട് ഡിസ്ട്രിക്ട് സാറിന്റെ ആശുപത്രി എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്താണ്, എൻ്റെ ഈ ബൈപ്പാസിലാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരുപാട് രോഗികൾ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫീസുകളൊക്കെ ഉണ്ട്. അവിടേക്ക് പോകുന്ന കുട്ടികളും പഠിക്കാൻ പോകുന്ന കുട്ടികളും ഇവർ വളരെ ദാർഷ്ട്യത്തോടു കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം മാറി നിൽക്കുക, അല്ലെങ്കിൽ ഹോൺ അടിച്ച് നമ്മളെ ശല്യപ്പെടുത്തുക, നമ്മൾ തെറ്റിത്തിരിഞ്ഞ് നോക്കുക, ഈ നടപ്പാതകൾ മുഴുവനും ഇതിൻ്റെ ടൈൽസ് മുഴുവൻ ഇളകിപ്പോയിട്ട് അത് തടഞ്ഞു വീഴുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. പക്ഷേ അത് നമുക്ക് വിട്ടുകളയാം. പക്ഷെ പ്രതികരിക്കുന്നവരോട് പിന്നെ ഈ സർക്കാരും അധികാരികളും ഒന്ന് അത് കണ്ടറിയണം എന്ന് മാത്രം, അതിനൊരു അവസരം ഉപയോഗപ്പെടുത്തട്ടെ. സാറ് അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ട ആളോട് തന്നെ അമ്മ പറഞ്ഞു. സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളിക്കാരി ചുമ്മാ ഫെയിമിന് വേണ്ടി കാണിച്ച കാട്ടാവല്ല. അവർക്ക് നിയമങ്ങളെ പറ്റിയിട്ടും അവർക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാം വ്യക്തമായ ധാരണകളുണ്ട്. ആ ധാരണകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുമ്പോഴത്തേന് ഗണേഷ് കുമാർ ഇതിന്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇവിടെ കൊട്ടിയത്ത്, നമ്മളെ കൊല്ലം കൊട്ടിയത്ത് ഇതുപോലെ തന്നെ റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുട്പാത്തിൽ കൂടെ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. എത്ര നേരം അവിടെ ബ്ലോക്ക് ആവും എന്നറിയോ? എത്ര നേരം അവിടെ ബ്ലോക്ക് ആവും? എന്തുകൊണ്ടാണ് ഫുട്പാത്തിലൂടെ ഈ പറയുന്ന ബൈക്ക് യാത്രക്കാര് വാഹനം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? നമ്മുടെ റോഡിൽ ഭയങ്കരമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. ഒരു നിയമ ലംഘനം കാണിക്കുമ്പോഴത്തേനും അതിന് പെറ്റി അടിക്കാനും ഫൈൻ അടിക്കാനും കാണിക്കുന്ന ഒരു ആവേശം ഉണ്ടല്ലോ. ഒരു ബസ് അത് അങ്ങനെ വന്നു, അവര് പെറ്റിയടി ഫൈനടി, ഒരു ഇത് ഇങ്ങനെ നിയമലംഘനം ചെയ്തു, പിടി ഫൈനടി എവിടെ, ഈ ഒരു സാധനം പോകുമ്പോഴത്തേനും നമ്മുടെ ഇവിടുത്തെ എത്ര റോഡുകൾ കൃത്യമായിട്ട് സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ ഈ ട്രാഫിക് ബ്ലോക്കുകളെ മാറ്റാനുള്ള സാധനം ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഫുട്പാത്തിൽ കൂടെ കയറി പോകുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാക്കുന്നതും നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിനും വലിയ പങ്കുണ്ട്. ഈ റോഡുകളിലെ കുഴി എന്തുകൊണ്ടാണ് നികത്താൻ സാധിക്കാത്തത്? അവിടെ ഇവിടെയൊക്കെ റോഡ് പണികളാണ്. അതായത് റോഡിന്റെ ഒരു 90% ഭാഗം അടച്ചിട്ടിട്ട് 10% വാഹനങ്ങൾ പോകാൻ ഉള്ള സൗകര്യം ഒരുക്കി വെച്ചേക്കാണ്. ആശുപത്രി പോകേണ്ട ആളുകൾ ബ്ലോക്ക് ആവും, അത്യാവശ്യമായിട്ട് ജോലിക്ക് പോകേണ്ട ആളുകൾ ബ്ലോക്ക് ആവും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടേതായ എർജൻസി ഉണ്ട്. ഞാനിപ്പോ ഇവിടുന്ന് കൊല്ലം കടപ്പാക്കട വരെ എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ
ഞാൻ ഇവിടുന്ന് അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട 14 കിലോമീറ്റർ ഞാൻ ഇവിടുന്ന് 1.5 മണിക്കൂർ മുമ്പ് എത്തിയാലേ ഞാൻ അവിടെ എത്തത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു അർജൻസി ക്രിയേറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരുന്നത്. ഇത്ര സമയത്ത് ഞാൻ ഇന്നിടത്ത് എത്തും എന്ന് നമുക്ക് ഇപ്പൊ ഫിക്സഡ് ആയിട്ട് നമ്മുടെ റോഡുകളിൽ പറയാൻ പറ്റത്തില്ല. അവിടെ എപ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്, ഏത് തരത്തിലാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്, ആ ബ്ലോക്ക് എത്ര നേരം നീണ്ടു നിൽക്കും അറിയാൻ സാധിക്കുന്നില്ല. ഇത് സിഗ്നൽ ഉണ്ടായിട്ടുള്ള ബ്ലോക്ക് അല്ല, ഈ പറയുന്ന റോഡ് പണികളൊക്കെ കൊണ്ടുണ്ടാകുന്ന ബ്ലോക്കുകളാണ് ഈ ഇത്രയും നമ്മളെ ലേറ്റ് ആക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കൃത്യമായിട്ട് ചെന്ന് എന്റെ വിരൽ പഞ്ച് ചെയ്തില്ലെങ്കിൽ എന്റെ സാലറി പോകും. അങ്ങനെയുള്ള സമയത്ത് ഈ ബൈക്കുകാരൻ സൈഡിൽ കൂടെ കയറിപ്പോയുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കയറി പോകും. അത് നമ്മൾ വീട്ടിൽ നിന്ന് ലേറ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ അർജൻസി കാണിച്ച് കയറി പോകുന്നതല്ല. ഈ റോഡിന്റെ ട്രാഫിക് ബ്ലോക്ക് കാരണം അല്ലെങ്കിൽ ഈ റോഡ് പണി കാരണം മെജോറിറ്റി ഭാഗം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കൃത്യസമയത്ത് സ്ഥലത്ത് എത്താൻ പറ്റാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പൊ അതിലൂടെ നമ്മൾ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം. അല്ലാതെ ഈ നിയമലംഘനങ്ങൾക്കെതിരെ മാത്രം നിന്നിട്ട് കാര്യമില്ല. നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാനുള്ള സാഹചര്യം കൂടെ ഒരുക്കി തരണം എന്നാണ് എനിക്ക് ഈ സമയത്ത് ശ്രീ ഗണേഷ് കുമാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തും. അപ്പൊ എനിക്ക് ഈ അമ്മയോട് പറയാനുള്ളത്, ഈ വണ്ടിയുടെ ഒക്കെ പുറകെ പോയി പിടിച്ചു കഴിഞ്ഞാൽ എവനെങ്കിലും ഒരുത്തൻ ഈ പറയുന്ന ഡ്യൂക്ക് പോലെ അല്ലെങ്കിൽ കവാസാക്കി നിഞ്ച പോലത്തെ ഒരു ബൈക്കിന്റെ പുറകിലെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ അവന്മാരത് കൈ കൊടുത്ത് പോവുകയും ചെയ്യും. ഈ അമ്മയെ ഹോൾഡ് ചെയ്യുന്നതിന് അപ്പുറം ഈ വണ്ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ മറിഞ്ഞടിച്ച് താഴെ വീഴുകയും ചെയ്യും. അപ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തി.